വളരെ ഡീറ്റെയിൽ ആയിട്ട് ക്യാരക്ടേഴ്സ് എഴുതുന്ന ഒരു റൈറ്ററാണത്. പലതവണ പല സിനിമകൾ കൊണ്ട് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. ശ്യാം ആഷിഖറിന് വേണ്ടിയിട്ട് നിരവധി ക്യാരക്ടേഴ്സ് എഴുതിയിട്ടുണ്ട്. എല്ലാം ഭയങ്കര സൂപ്പർ ഹിറ്റ് ക്യാരക്ടേഴ്സാണ്. ഇപ്പം സോൾട്ടാംപൂരിലെ ബാബുച്ചേട്ടൻ്റെ ക്യാരക്ടർ പോലെ ഇപ്പം ഈ സിനിമയിലേക്കാണ് ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പം അത് സുഹാസും ദിലീഷും ശ്യാമോടെ എഴുതുമ്പം അങ്ങനത്തെ ഒരു ക്യാരക്ടേഴ്സിനെ അതിൻ്റെ ഒരു പൂർണ്ണതയിൽ ഒരു സിനിമയിൽ ഒരു മേജർ പ്ലോട്ടിനെ അങ്ങനെ ഫോളോ ചെയ്യാനില്ലായിരിക്കും. ചെറിയൊരു ത്രെഡിലൊരു പടം നടക്കുമ്പോഴത്തേക്കും അതിൽ ക്യാരക്ടേഴ്സിനെ ഫോളോ ചെയ്തായിരിക്കും സിനിമ മുമ്പോട്ടേക്ക് പോവുക. അപ്പം ഇത്രയധികം ക്യാരക്ടേഴ്സ് ഇപ്പം ഈ പ്രസ് മീറ്റിന് 10-20-30 ക്യാരക്ടേഴ്സ് ഉണ്ട് ഈ സിനിമയിൽ. അത്രയും ക്യാരക്ടേഴ്സിനെ എല്ലാവരെയും ഒരു 2 മണിക്കൂറിനുള്ളിൽ കിട്ടുക, അതിനെ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുക എന്നുള്ളത് അങ്ങനത്തെ ഒരു റൈറ്റിംഗ് ഭയങ്കര ആവശ്യമാണ്. അത് വിജയിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ആഷിഖേട്ടൻ ഭയങ്കര രസമായിട്ട് ആ ക്യാരക്ടേഴ്സിനെ ഫ്രെയിമിലേക്ക് ആക്കിയിട്ടുണ്ട്. ഓൾറെഡി എഴുതിയിട്ടുണ്ടാവും ഉറപ്പായിട്ട്. അത് കുറേ നാളിരുന്ന് അവർ വർക്ക് ചെയ്തിട്ടുണ്ട്. പല ഡ്രാഫ്റ്റുകൾ ഇപ്പം ഞാൻ തന്നെ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് പല ഡ്രാഫ്റ്റും പല ചേഞ്ചസും ഒക്കെ ആയിട്ട് പലതവണ കേട്ടിട്ടുണ്ട്. ഒരു ക്ലാരിറ്റി ഉണ്ടാവും. പിന്നെ ഉറപ്പായിട്ടും അപ്ഡേഷൻസ് ഉണ്ടാവും, ഇംപ്രൊവൈസേഷൻ സെറ്റിൽ ഉണ്ടാവാറുണ്ട്. അതാണ് സംഭവിക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് കിട്ടുന്ന ക്യാരക്ടറിനെ അങ്ങനെ ചെയ്ത് പ്രസൻറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ചെറിയ ഇംപ്രൊവൈസേഷൻസ് ആയിരിക്കും, അല്ലെങ്കിൽ കറക്ഷൻസ്, പുതിയ ഫീഡുകളൊക്കെ ആയിട്ട്. അല്ല എനിക്ക് തോന്നുന്നു ഒരു കാലം ഇപ്പം നമ്മളിപ്പം എത്രയോ വർഷമായിട്ട് സിനിമകൾ ഓരോ സീസണിൽ 4, 5, 6 സിനിമകൾ വരുന്നു. ഒരു സമയത്തും ഒരു സിനിമയുടെ വിജയം മറ്റൊരു സിനിമയ്ക്ക് ആളെ കുറയ്ക്കുന്നതായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. ഏത് സീസണിലായാലും 2 നല്ല സിനിമ വന്നിട്ടുണ്ടെങ്കിൽ 2 പടം ഓടും, 4 നല്ല സിനിമ വന്നു കഴിഞ്ഞാൽ 4 ഓടും. ഇനി ഒരു പടവും നല്ലതല്ലെങ്കിൽ ഒരു പടം ഓടത്തില്ല. അതാണ് അതിൻ്റെ റിയാലിറ്റി എന്നാണ് തോന്നുന്നത്. ഒന്നിനും കോമ്പറ്റീഷനൊന്നും അല്ല. നമ്മൾ എന്തായാലും ക്രിസ്മസിന് ഇഷ്ടം പോലെ അവധി ദിവസമുണ്ട്. 3, 4, 5 നല്ല പടം വന്നാലും കാണാനുള്ള സമയമുണ്ട്. ഞാനതിനെ അങ്ങനെ കാണുന്നില്ല. എൻ്റെ അഭിപ്രായം അതല്ല. ഞാൻ ഒരാളൊരു റിവ്യൂ പറഞ്ഞെന്ന് വെച്ചിട്ട് ഒരു സിനിമയ്ക്ക് ആൾ കയറാതിരിക്കുന്നു ഞാൻ കരുതുന്നില്ല. ഒരാളുടെ റിവ്യൂവിനെ ബേസ് ചെയ്തിട്ടൊന്നും അല്ല മലയാള സിനിമ അല്ലെങ്കിൽ ഇൻഡസ്ട്രി നിലനിൽക്കുന്ന അല്ലെങ്കിൽ ആളുകൾ കയറുന്നത്. ആളുകൾ ഇപ്പം അതിനെ ചെറുതായിട്ട് ചിലപ്പോൾ സ്വാധീനിക്കുകയായിരിക്കും എന്നല്ലാതെ അത്രയ്ക്കൊക്കെ ഉള്ളതെന്നാണ് ഞാൻ കരുതുന്നത്. ഇനിയിപ്പോൾ ഒരാൾക്കോ അല്ലെങ്കിൽ ഒരു റിവ്യൂറിനോ അല്ലെങ്കിൽ 2, 3 പേർക്കും ഒരു സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്ന് കരുതി ആ സിനിമ പോപ്പുലർ ആകാതിരിക്കണം എന്നൊന്നും ഒരു നിർബന്ധമില്ല. ആളുകൾ ഒരു മൗത്ത് പബ്ലിസിറ്റിയിൽ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ വളരെ കുറച്ച് ആളുകളായിരിക്കും റിവ്യൂ കണ്ടിട്ടൊക്കെ സിനിമയ്ക്ക് പോകുന്നതെന്ന് എനിക്ക് തോന്നണേ, ഞാൻ വിശ്വസിക്കുന്നത്. അധികം പേര് നമുക്ക് അടുത്തറിയാവുന്ന ഒരാളുടെ ഒരു പേഴ്സണലി അറിയാവുന്ന ഒരാൾ നമ്മുടെ ഒരു സുഹൃത്തൊരു പടം കണ്ടിട്ട് അയാൾ പറയുന്ന ഫീഡ്ബാക്കിനെ അടിസ്ഥാനമാക്കിയാണ് കൂടുതൽ ആളുകളും പോകുന്നതെന്നാണ് സിനിമ കാണാൻ തീരുമാനിക്കപ്പെടുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പുരുഷ കഥാപാത്രങ്ങളെക്കാളും കൂടുതൽ ഹീറോയിസം ഇല്ല സ്ത്രീ കഥാപാത്രങ്ങളാണ്. പൊന്നമ്മ ഒറ്റ വെടിയെ വെക്കുന്നുള്ളൂ, പക്ഷെ ബാക്കിയുള്ളവർ എത്ര വെടി വെച്ചിട്ട് ഒരു കാര്യമില്ല, 1-1.5 വെടിയത്. അപ്പൊ ഇവിടെ എല്ലാ സ്ത്രീ കഥാപാത്രങ്ങളും അതിനകത്ത് എല്ലാവരും ഭയങ്കര ഹീറോയിക് ആയിട്ടുള്ള ഒരു ഫീൽ ഉണ്ടാകുന്നുണ്ട്. സ്ത്രീ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തേണ്ട കാര്യമേ ഇല്ല. ഈ സിനിമ ഒരിക്കലും അങ്ങനെയല്ല. വെറുതെ പറയുകയാണ് സ്ത്രീ പുരുഷൻ എന്നൊക്കെ പറഞ്ഞാൽ സിനിമയിൽ അങ്ങനെയില്ല. അല്ല, ആരും മനഃപൂർവ്വം സ്ത്രീകളെ താഴ്ത്തി കാണിക്കാൻ വേണ്ടി പങ്കെടുക്കുന്നതല്ലോ. ഒരു കഥ ചെയ്യുമ്പോൾ കഥയ്ക്കനുസരിച്ചുള്ള കഥാപാത്രങ്ങൾ വരുന്നതല്ലേ. ഇപ്പം ഈ സിനിമ കണ്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എത്രത്തോളമാണ് സ്ത്രീകൾക്ക് ഇമ്പോർട്ടൻസ് എന്നുള്ള എല്ലാവർക്കും അറിയാം. ഒരു ട്രെൻഡ് മാറിയതൊന്നും എനിക്ക് തോന്നുന്നില്ല. അത് ഓരോ സിനിമയുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അനുസരിച്ചായിരിക്കും അത് അങ്ങനെ ചെയ്യപ്പെടുന്നത്. പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ സിനിമയിൽ പ്രവർത്തിച്ച കുറച്ച് ആൾക്കാർ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് വന്നിരുന്നിട്ട് ഭയങ്കര തള്ളുതള്ളി ഭയങ്കര സിനിമയാണ്, നിങ്ങളെല്ലാവരും പറഞ്ഞ ആനയാണ് കുതിരയാണ് എന്ന് പറയുന്നതൊക്കെ എത്രമാത്രം എഫക്റ്റീവാണ് എന്നെനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ ഇപ്പം കാരണം ഇപ്പം നമുക്കൊരു സിനിമ ഇന്നിപ്പം ഇറങ്ങി, ഇന്ന് റിലീസായി, രാവിലത്തെ ഷോ കഴിഞ്ഞ് ഉച്ച കഴിയുമ്പോഴത്തേക്കും കേരളത്തിൽ ഇപ്പം ഒരു സിനിമയോട് അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ സിനിമ കാണുന്ന കേരളത്തിലെ ഒരു 90% പ്രേക്ഷകനും ഈ സിനിമയെക്കുറിച്ചുള്ള റിവ്യൂ അല്ലെങ്കിൽ ആളുകളുടെ അഭിപ്രായം കിട്ടിക്കഴിഞ്ഞ് അവരിന്ന് തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ഈ ആഴ്ച ഈ സിനിമ കാണണോ വേണ്ടയോ എന്നുള്ളത്. കേരളത്തിലെ മുഴുവൻ പ്രേക്ഷകരും തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒരു മാസങ്ങളുടെ ഒരുക്കമൊന്നും ആവശ്യമില്ല എന്നുള്ളതാണ് തോന്നുന്നത്. അല്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ അതിപ്പോൾ ഇന്ന് രാവിലെ പടം റിലീസായി വൈകുന്നേരം ഇപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് പടം നല്ലതാണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ അതനുസരിച്ച് ആൾക്കാർ ടിക്കറ്റ് എടുക്കും, സിനിമ കാണും, അത്രയേ ഉള്ളൂ. അതിനകത്ത് ഭയങ്കര ഒരു പ്രീ തള്ളിൻ്റെ ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. അത് ജസ്റ്റ് ആൾക്കാരെ ഒന്ന് അറിയിക്കുക എന്നുള്ളതാണ് ഇത്ര ആവശ്യമുള്ളൂ തോന്നുന്നു. ഞാനിപ്പോൾ ഇത് അനാവശ്യമായിട്ട് പറയാൻ തോന്നും, അഹങ്കാരമായിട്ട് ചിലപ്പോൾ തോന്നും. സത്യമായിട്ടുള്ള കാര്യം പറയണമെന്ന് തോന്നിയോണ്ട് പറയുക. ഞാനൊരു 40-42 വർഷമായി സിനിമയിൽ നിൽക്കുന്നു. അന്ന് ഈ റിവ്യൂ പരിപാടിയൊന്നുമില്ല. സിനിമ വരുന്നു, നാന, വെള്ളി നക്ഷത്രം, അങ്ങനെ ചിത്രകാർത്തി, അങ്ങനെ കുറേ മാഗസിനുണ്ട്. അതിനകത്ത് കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് പറയും, അല്ലെങ്കിൽ സിനിമ തിയേറ്റർ നല്ലതാണെങ്കിൽ ഓടും. ഇപ്പോഴും അതാണ് അവസ്ഥ. അല്ലാതെ ഈ റിവ്യൂ കൊണ്ട് നടന്ന ആളല്ല ഞാൻ ഇനി നിൽക്കാൻ പോകുന്നത് റിവ്യൂ കൊണ്ട്. അപ്പോൾ റിവ്യൂ പറഞ്ഞിട്ട് അതിൽ ഭയങ്കര ബോറാണ്, ഞാൻ ബോറായിട്ട് അഭിനയിച്ച റിവ്യൂ പറഞ്ഞ് ബോറാന്ന് പറഞ്ഞു. ഞാൻ നന്നായിട്ട് അഭിനയിച്ചൊരു ബോറാന്ന് പറഞ്ഞ പ്രേക്ഷകർ സമ്മതിക്കില്ല.
ഞാൻ എന്തുകൊണ്ട് ഇത്രയും വർഷം നിൽക്കുന്നു? പ്രേക്ഷകന് ഇഷ്ടമുള്ളതുകൊണ്ടാണ്. അല്ലാതെ ഒരുത്തൻ അവിടെ നിന്നുകൊണ്ട് അതിന് ഭയങ്കര ബോറാന്ന് വേഷം കെട്ടിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ മോശമാകില്ല. ഇറ്റ്സ് എ ഫാക്ട്. ഇയാൾ എങ്ങനെയുണ്ട്, ഇയാളുടെ സിനിമ എങ്ങനെയുണ്ട്, പ്രേക്ഷകനാ തീരുമാനിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരുത്തൻ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അംഗീകരിക്കേണ്ടത്. അത് വളരെ ബാലിശമായ ചോദ്യമാണ്, ബാലിശമായ വിശ്വാസമാണ്. നിങ്ങളെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ പൊളിക്കാമെന്ന് ഒരിക്കലും നടക്കില്ല. കലാകാരൻ അവൻ സൃഷ്ടിക്കുന്ന കലാരൂപം പ്രേക്ഷകൻ ഇഷ്ടപ്പെട്ടാൽ ഡെഫിനറ്റായിട്ട് നന്നായിരിക്കും. ഇഷ്ടപ്പെട്ടാൽ മോശമാണെങ്കിൽ പറഞ്ഞോളൂ. പക്ഷെ ഒരാൾ പറഞ്ഞിട്ട് അത് മോശമെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഓടാതിരിക്കുകയില്ല, പ്രേക്ഷകൻ ഇഷ്ടപ്പെടാതിരിക്കില്ല. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഞാൻ ഇത്രയും വർഷമായിട്ട് സിനിമ നിൽക്കുന്നു. ഞാൻ നായകനായിട്ടുണ്ട്, സഹനടനായിട്ടുണ്ട്, വില്ലനായിട്ടുണ്ട്, ഗുണ്ടായിട്ടുണ്ട്. ഒരുപാട് കാലഘട്ടങ്ങൾ കടന്നു വന്നയാളാണ് ഞാൻ. പിന്നെ ഇന്ന് ഞാൻ നടന്ന ആളല്ല. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എൻ്റെ എക്സ്പീരിയൻസ് ആയിട്ട് പറയണ്ട, ആരെയും മോശക്കാരനായിട്ട് പറയുകയല്ല. ഇതുകൊണ്ടാണ് സിനിമ ഓടുന്നതെന്ന് ആരും വിശ്വസിക്കേണ്ട. നല്ലത് പറഞ്ഞാൽ നല്ലതാണ്, അത് കുറച്ചും കൂടെ ഭംഗിയായിട്ട് ചെയ്യുന്നതാണ് ഭംഗി എല്ലാവർക്കും. അല്ലാതെ ആരെയും മോശക്കാരനായിട്ട് പറയുന്നത് എന്ത് കാര്യം? പിന്നെ വ്യൂവേഴ്സ് വരെ ഉണ്ടാവുമായിരിക്കും, അതിനുവേണ്ടി പറയുന്നതായിരിക്കാം. പക്ഷേ നല്ലതായിട്ട് നല്ല സിനിമയെ പറ്റി നല്ല വിമർശനം ഉണ്ടാകുന്നതാണ് പറയുന്നയാളിന് നല്ലത്, പ്രേക്ഷകന് നല്ലത്, സമൂഹത്തിന് നല്ലത്. നമ്മൾ ഫസ്റ്റ് ലവ് മ്യൂസിക്കാണ്. ദാറ്റ്സ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ മീ, റൈറ്റ്? അതും ഞാൻ ഈ പ്രോജക്റ്റ് ചെയ്യണ മുന്നേ തന്നെ അത് ആശയ്ക്കാരനോട് പറഞ്ഞതായിരുന്നു. ദിസ് ഈസ് സംതിങ് ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു മീ. പക്ഷേ ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ട് ഐ വാസ് ഏബിൾ ടു സീ എങ്ങനെയുണ്ട് ആൻഡ് ഹൗ മച്ച് ഐ ആക്ച്വലി എൻജോയ്ഡ് ഇറ്റ്, റൈറ്റ്? It could be because of the cast, it could be because of the director and everything, but also personally എനിക്ക് എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയതുകൊണ്ടാണ് എനിക്ക് ശരിക്കും ഒന്ന് കാണാൻ പറ്റിയത് എങ്ങനെയാണ്. ഇപ്പം നമ്മൾ ഇതുവരെ ഒരു മ്യൂസിക് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഇറ്റ്സ് വെരി ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്, റൈറ്റ്? ദിസ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ഓൾസോ. ബട്ട് അതിൻ്റെ സിമിലാരിറ്റീസ് ഉണ്ട്, ബിക്കോസ് രണ്ടും ആർട്ടാണല്ലോ. ബോത്ത് ആർ it's an experience personally and for the visual the audience. അപ്പോൾ അതുകൊണ്ട് ഓൾവേസ് മ്യൂസിക്കിൻ്റെ ഫസ്റ്റ് ലവ് ആവും. പക്ഷെ അത് ലെറ്റ്സ് സീ whatever happens, right? എനിക്ക് അങ്ങനെ ഒരു പ്ലാൻ വെച്ചിട്ടല്ലേ ഞാൻ ഇതിലേക്ക് വന്നത്, പാട്ടാണെങ്കിലും എന്താണെങ്കിലും. ബിക്കോസ് ഇറ്റ്സ് ജസ്റ്റ് I do what I can get to do and I enjoy doing it and I'm going to try my best. So നല്ലൊരു റോൾ കിട്ടുകയാണെങ്കിൽ, or if I see something that I enjoy, or even if I want to try something out, I'll try. But whatever it is, അങ്ങനെ ഒരു പ്ലാൻ വെച്ചിട്ടല്ല. Let's see. ഇങ്ങനെ തന്നെ ഒരു അഭിപ്രായം വരുമെന്നുള്ളതായിരുന്നു നമ്മുടെ എല്ലാ ഘട്ടത്തിലെയും പ്രതീക്ഷ. ഇതിൻ്റെ ഐഡിയ പറയുമ്പം, അല്ലെങ്കിൽ ഇതിൻ്റെ റൈറ്റിംഗ് നടക്കുന്ന സമയത്തോ, അല്ലെങ്കിൽ ഇതിൻ്റെ ഷൂട്ട് നടക്കുന്ന സമയത്തോ ഒക്കെ ഈ സിനിമയെക്കുറിച്ചുള്ള പ്രതീക്ഷ ഒരു തരത്തിലും താഴത്തോട്ടൊരു ഘട്ടത്തിലും പോയിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇന്ന് റിലീസായി ഈ പടം ഇങ്ങനെ ഒരു അഭിപ്രായം കേട്ട് നിൽക്കുമ്പോഴും അതുപോലെ തന്നെയാണ് തോന്നുന്നത്. ഭയങ്കര ഉറച്ച വിശ്വാസമായിരുന്നു ഈ വിഷയത്തിലും ഈ സിനിമയിലും. ഇത് ഞങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ഈ ഒരു പുതുമ, എന്താണ്, ഈ സബ്ജക്റ്റ് മാത്രമല്ല, മേക്കിങ്ങിൻ്റെ പുതുമയും ഞങ്ങൾ സ്പോട്ടിൽ തന്നെ അനുഭവിച്ച ആൾക്കാരാണ്. കാരണം ആഷിക്ക് തന്നെയാണ് ക്യാമറ ചെയ്തിട്ടുള്ളത്, ആഷിക്ക് തന്നെയാണ് ഡയറക്ടർ. ശരിക്കും പറഞ്ഞാൽ ആ ലൊക്കേഷനിൽ ആഷിക്കുന്ന ഒരു ദിവസം പോലും ഒരു 5 മിനിറ്റ് പോലും ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടില്ല. ഞങ്ങളൊക്കെ ആലോചിക്കും, ഇയാൾ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നല്ലോ. പക്ഷെ ആ കഷ്ടപ്പാടിൻ്റെ എന്തുകൊണ്ടാണ് ആഷിക്ക് അന്ന് അത്രയും ഒരു ഹാർഡ് വർക്ക് എടുത്തിട്ടുള്ളത് എന്നുള്ളത് ഇന്ന് സിനിമ കണ്ടപ്പോഴത്തേക്കാണ് നമുക്ക് മനസ്സിലായത്. കാരണം എളുപ്പമല്ല ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് എടുത്തിട്ട് അതിനെ ഇത്രയും മനോഹരമായിട്ട് മേക്ക് ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കേസല്ല. പ്രത്യേകിച്ച് ഡയറക്ടറും ക്യാമറാമാനും പ്രൊഡ്യൂസറും ഒരാൾ തന്നെയാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. ഞങ്ങൾ ഏറ്റവും അധികം എൻജോയ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. നമ്മളിപ്പോൾ എല്ലാ സിനിമയും പറയുന്ന ഒരു ഡയലോഗ് തന്നെയാണെങ്കിൽ പോലും ഇതിൻ്റെ പ്രത്യേകത ചിലപ്പോൾ ഇവരൊക്കെ പറഞ്ഞു കാണുമായിരിക്കും, ഇന്നലൊക്കെ ചില ഇതിൽ പറഞ്ഞു കാണുമായിരിക്കും. നമുക്കൊരു കാരവൻ ലൈഫൊന്നും ഈ സിനിമയിലില്ലായിരുന്നു. കാരണം ഒരു എസ്റ്റേറ്റിൻ്റെ മണ്ടയ്ക്ക് മുകളിലൊരു ബംഗ്ലാവിലാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. ഞങ്ങൾക്ക് താമസിക്കാനായിട്ട് ഓരോരോ റൂം ഉണ്ടാക്കി വെച്ചിരിക്കുക, അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ആണുങ്ങൾക്ക് വേറെ പെണ്ണുങ്ങൾക്ക് വേറെ എന്നൊക്കെ പറഞ്ഞ റൂം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒറ്റ റൂമിലായിരുന്നു ഞങ്ങളെല്ലാവരും അവിടെ കഴിഞ്ഞതൊക്കെ. ഈ സിനിമയ്ക്ക് അത്രത്തോളം ഈ ആർട്ടിസ്റ്റുമായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു കെമിസ്ട്രി എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അത് ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ തന്നെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഇപ്പോൾ ഈ മോർണിംഗ് ഷോ കഴിഞ്ഞപ്പോൾ തന്നെ ഇപ്പം മൊബൈലൊക്കെ വരുന്ന മെസ്സേജുകളും അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബേഴ്സും എല്ലാവരും തന്നെ പറഞ്ഞിട്ടുള്ളവർക്ക് തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇതൊരു ഹോളിവുഡ് മേക്കിംഗ് ആണോ അല്ലെങ്കിൽ ബോളിവുഡ് മേക്കിംഗ് ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത്
വുഡ് ആണെങ്കിലും ശരി, പക്ഷെ ഇങ്ങനെ ഒരു സിനിമ എന്ന് പറയുന്നത് നമുക്ക് വളരെ അപൂർവം കാണാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇത് നമുക്കൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. നമുക്കിതിൻ്റെ കഥയെ പറ്റിയോ അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റ് ഒരുപാട് കാര്യങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ സസ്പെൻസും കാര്യങ്ങളൊക്കെ ഒരു ഇതായി പോകും. സോ നമുക്ക് പറയാനുള്ളത് പ്രേക്ഷകർ ഇത് തിയേറ്ററിൽ കണ്ട് ആസ്വദിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഒരു പക്ക ആഷിഖ് അബു ഫിലിം എന്ന് തന്നെ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ റിലീസിന് മുമ്പായിട്ട് പ്രൊമോഷൻസിന്റെ കാര്യം വരുമ്പോഴത്തേക്കും മറ്റ് സിനിമകളൊക്കെ ഭയങ്കരധികം പ്രൊമോട്ട് ചെയ്തപ്പോൾ ഈ റൈഫിൾ ക്ലബ്ബ് കുറച്ചുകൂടെ സൈലന്റ് ആയിട്ട് നിന്ന് ഫസ്റ്റ് ഡേ തന്നെ ഭയങ്കര ഹെവി പോസിറ്റീവ് റിപ്പോർട്ട്സ് വരുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഈ ലോ പ്രൊഫൈൽ വന്ന് ക്രിസ്മസ് തൂക്കാമെന്നുള്ളത് ഒരു പ്ലാനായിരുന്നു? പ്ലാൻ അല്ല, ഇത് കണ്ടന്റിലുള്ള നമ്മുടെ വിശ്വാസം കൊണ്ടാണ് ഫസ്റ്റ് സ്ക്രീനിങ് കഴിഞ്ഞിട്ട് ഒരു പ്രസ് മീറ്റ് വെക്കാമെന്ന് ടീം തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഹൗസ് തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ പടത്തിന് മുമ്പേ പ്രസ് മീറ്റ് വെച്ചാൽ എന്തായാലും എല്ലാവരും സിനിമ കണ്ടു കഴിയുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതാണല്ലോ, കുറച്ചുകൂടെ ക്ലാരിറ്റിയിട്ട് സംസാരിക്കാമല്ലോ. നമ്മൾ മുമ്പേ വന്ന് തള്ളേണ്ട കാര്യമില്ലോ, കണ്ടറിയാമല്ലോ എന്നൊക്കെ. എടുത്ത് പറയേണ്ട ഒരു കാര്യം ഇതിൻ്റെ ഒരു കാസ്റ്റിംഗ് ആണ് കേട്ടോ. അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അല്ല, നമ്മളൊക്കെ ഓൾറെഡി സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ആൾക്കാരാണ്. ആദ്യമായിട്ട് അഭിനയിച്ചിട്ടുള്ള കുറച്ച് ആൾക്കാർ, പ്രത്യേകിച്ച് നമ്മുടെ ഹനുമാൻ കായൻ, നമ്മുടെ സൂരജ് ഫസ്റ്റ് ഡേ തന്നെ അതിഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള സീൻസ് ആയിരുന്നു. ചെറുതായിട്ടൊന്ന് പേടിച്ചു. ഇവൻ വന്നിട്ട് ഒരു 30 പുഷപ്പ് എടുക്കും ഷോർട്ടിന് മുമ്പ്. യു ക്യാൻ സീ ദാറ്റ്. എന്നിട്ട് പോയിട്ടാണ് പുള്ളി സ്ട്രഗ്ലിംഗ് സീൻസ് ഒക്കെ അഭിനയിക്കുന്നത്. സോ ഇറ്റ് വാസ് പാഷനേറ്റ് ടു വാച്ച് ഹിം ഓൾസോ. വെരി ബ്യൂട്ടിഫുൾ ആയിരുന്നു അത്. അല്ല, ഞാൻ ഇതിൻ്റെ മുന്നേ ഞാൻ സ്റ്റേജിലാണ് യൂഷ്വലി പെർഫോം ചെയ്യല്. അപ്പോൾ ആ സ്റ്റേജിൽ കയറുന്ന മുന്നേ നമ്മൾ സാധാരണ ഒരു 100 പുഷപ്പ് അടിച്ചിട്ടാണ് പോയില്ല. അപ്പം ഞാൻ ആ സെയിം ടെക്നീക്ക് ഇവിടെ യൂസ് ചെയ്യാനായിരുന്നു മനസ്സിലുണ്ടായത്. പിന്നെ അതും നമ്മൾ സീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വെടി കൊള്ളുന്ന സീനായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ കുറച്ച് പമ്പാവട്ടെ എന്ന് വിചാരിച്ചിട്ട് എണ്ണാൻ വേണ്ടിട്ട് എന്നെ നിർത്തുമായിരുന്നു. സോൾബി ചേച്ചി പ്ലീസ് കം ആൻഡ് കൗണ്ട്. ഞാനാണെങ്കിൽ പേടിച്ച് വിറച്ചു, മോനെ സുരജ് അല്ല ഹനുമാൻ കൈൻ്റെ ഒക്കെ ആണല്ലോ ഇവൻ. അപ്പോൾ പോയി എങ്ങനെ എണ്ണി അങ്ങനെ വാമാക്കിട്ട് നോക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ. ഇവര് കോൺഫിഡൻസ് ഒക്കെ ഉണ്ടായിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റിയത്. ലൈക്ക് it was really fun. It was a beautiful time and yeah. ആഷിഖ് അബു സംവിധാനം ചെയ്യുന്ന പടമാണല്ലോ. നമ്മൾ പിന്നെ എല്ലാവരും പറഞ്ഞു തന്നിട്ട് നമ്മൾ അഭിനയിച്ചു എന്നുള്ളൂ. യെസ്. ഇന്ന് മോർണിംഗ് ഷോ കഴിഞ്ഞപ്പോഴത്തേക്കും വന്ന കുറേ കോളുകളിൽ അധികം ആൾക്കാരെ പറഞ്ഞ സംഭവമാണ് ഇതിൻ്റെ ഡയലോഗ്സ് എന്ന് പറയുന്നത്. ഷാമുഷ്കരൻ എന്താ പറയുക, നമ്മൾ കാച്ചി കുറുക്കി എടുത്ത ഡയലോഗ്സ് എന്നൊക്കെ പറയുന്നത്. അതിൽ ഒരുപാട് വലിച്ചുപോയ ഡയലോഗ്സും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഉള്ള ഡയലോഗ്സ് എന്നുള്ള കണ്ടന്റ് ഭയങ്കര രസകരമായിട്ടുള്ള സംഭവമായിരുന്നു. നമസ്കാരം. റൈഫിൾ ക്ലബിൻ്റെ ഏറ്റവും എനിക്ക് രസകരമായിട്ട് തോന്നിയൊരു കാര്യം, അത് പറഞ്ഞു തുടങ്ങാൻ നല്ലത് സൂരജാണ്. കാരണം സൂരജിനെ അഭിനയിക്കാൻ വിളിച്ചിട്ട് ഷൂട്ടിൻ്റെ ഡേറ്റ് ആയിട്ടും സൂരജ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നില്ല. അപ്പോൾ ശ്യാമിൻ്റെ അടുത്ത് പറഞ്ഞാണ്, സൂരജ് പറഞ്ഞു എനിക്ക് സ്ക്രിപ്റ്റ് അയച്ചതാ, എനിക്ക് ക്യാരക്ടറിൻ്റെ ഡീറ്റെയിൽ വേണം, എനിക്ക് കഥ കേൾക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങളെല്ലാവരും ആദ്യമേ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ റൈഫിൾ ക്ലബിൻ്റെ ഒരു പ്രത്യേകത അതാണ്, ആ സിനിമയുടെ കഥ. പക്ഷേ ഒരു പേജിലും എഴുതി തരാവുന്ന കഥയേ ഉള്ളൂ. പക്ഷേ ക്യാരക്ടേഴ്സിനെ അത്രമാത്രം ഡീറ്റെയിൽ ചെയ്തിട്ടുള്ള ഒരു സിനിമ അടുത്ത കാലത്തൊന്നും വന്നിട്ടില്ല. ഈച്ച് ആൻഡ് എവറി ക്യാരക്ടർ വെൽ ഡിഫൈൻഡ് ആണ്. അത് റൈറ്റിംഗ് പാർട്ടായാലും അതിൻ്റെ മേക്കിംഗ് പാർട്ടായാലും അത്ര പെർഫെക്റ്റ് ആണ്. അപ്പോൾ സൂരജിൻ്റെ അടുത്ത് ശ്യാം അവസാനം ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങോട്ട് കയറിയോ മച്ചനെ, ഇവിടെ വന്നിട്ട് പിടിക്കാൻ നമുക്ക്. ആ പിടുത്തമാണ് സിനിമയെ കണ്ടത്. അപ്പോൾ ഇങ്ങനെ ഓരോ ക്യാരക്ടറും ഈ സിനിമയിൽ കൃത്യമായിട്ടുള്ളൊരു ആർക്കുണ്ട്, അവർക്കൊരു ഹൈ പോയിന്റ് ഉണ്ട്. അവരെ കൃത്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ക്ലബ് മെമ്പേഴ്സ് തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തരെ നോക്കിയിട്ടാണ് തുടങ്ങുന്നത് തന്നെ ഓരോ ക്യാരക്ടേഴ്സിന്. അത് കഴിഞ്ഞിട്ട് ഓരോ മെമ്പറിനെയും നിങ്ങൾക്ക് കൃത്യമായിട്ട് റെക്കഗ്നൈസ് ചെയ്യാവുന്ന രീതിയിൽ അത് എഴുതപ്പെട്ടിട്ടുണ്ട്. അത് നന്നായിട്ട് ട്രീറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ ഞാൻ സെറ്റിലേക്ക് പോകുമ്പോൾ ഞാൻ ആഷിഖിൻ്റെ അടുത്ത് ഫസ്റ്റ് പറഞ്ഞൊരു കാര്യം, എൻ്റെ ആദ്യത്തെ എക്സൈറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഡയറക്ടർ തന്നെ, അതും ആഷിഖ് ഇതുവരെ ക്യാമറ ചെയ്ത ഒരു സിനിമ നമ്മൾ കണ്ടിട്ടില്ല. ഇതിനു മുമ്പ് ഒരു സിനിമ ചെയ്തിട്ടുണ്ട് ലവ്ലി, അതിന് റിലീസാവാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ അതെനിക്കൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു, എങ്ങനെയായിരിക്കും ആഷിഖ് ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു ഓപ്പറേറ്റിംഗ് ക്യാമറാമാൻ വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഒരു സിംഗിൾ ഷോട്ട് പോലും വേറൊരു ക്യാമറാമാന് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല.
സെക്കൻഡ് DOP ഉണ്ട്, പക്ഷെ സ്റ്റിൽ ആഷിക്ക് എല്ലാം ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്ര രസകരമായിട്ടുള്ള ഒരു സെറ്റും ഒരു വൈബും ഞങ്ങൾക്ക് കിട്ടിയിരുന്നു. അപ്പോൾ ആ എനർജി ഇന്ന് സത്യത്തിൽ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ ടോട്ടൽ ബ്ലാങ്ക് ആയിരുന്നു. ഇത് വർക്കാവുന്നുണ്ടോ ഇത് അറിയുന്നില്ല, കാരണം നമുക്ക് ആ ഒരു ജഡ്ജ്മെൻറ്റ് പോയിരുന്നു. പക്ഷെ പുറത്തിറങ്ങി കഴിഞ്ഞതിന് ശേഷം ഓരോരുത്തർ വിളിക്കുമ്പോഴും തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസും അത് ഭയങ്കര ഹൈ ആയിരുന്നു. കാരണം നമ്മളൊരു കഥയല്ല ഈ സിനിമ, ശരിക്കും ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻ്റ് ആണ്. ഈച്ച് ആൻഡ് എവറി ക്യാരക്ടർ ഓരോ പോയിന്റും ഹൈ ആക്കുന്നുണ്ട്. ആ ഹൈ ആക്കുന്നത് പ്രേക്ഷകന് കിട്ടിയാൽ മാത്രം വർക്കാവുന്ന ഒരു സിനിമയാണ്. അത് വർക്കായിട്ടുണ്ടെന്ന് അറിയുന്നതിൽ വളരെ സന്തോഷം. താങ്ക് യു.